കുമരനെല്ലൂരിലേക്ക് പോകണം. കുമരനെല്ലൂരിലെ സ്കൂളിൻ്റെ ഒരു ഭാഗ്യം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഈ സ്കൂളാണ് രണ്ട് വ്യക്തിപ്രഭാവങ്ങളിലൂടെ ജ്ഞാനപീഠത്തിലേക്ക് കടന്നു കയറിയത്. ഈ അക്കിത്തവും എം ഡിയും ഇവർ രണ്ടുപേരും ഒരേ സ്കൂളിൽ പഠിച്ചു. ഈ സ്കൂളിന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. എം ഡി പഠിച്ച സ്കൂള് കുമരനെല്ലൂരിലാണ്. അവിടെ നിന്ന് സൂരജ് സജി കൂടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സൂരജ് സജി, ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു സ്കൂളിൻ്റെ മുന്നിലാണ് സൂരജ് നിൽക്കുന്നത് എന്ന് ഓർമ്മിക്കുക. എസ്കെൻ, തീർച്ചയായും ഈ അതുല്യ പ്രതിഭ അക്ഷരങ്ങൾ എഴുതി പഠിച്ച സ്കൂൾ മുറ്റത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. എം ടി മറഞ്ഞെങ്കിൽ പോലും എം ടിയുടെ ഓർമ്മകൾ ഈ സ്കൂളിൽ നിന്നും ആയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം എം ടിക്ക് വേണ്ടിയുള്ള അനുസ്മരണ യോഗങ്ങൾ അടക്കം നടക്കും. എസ്കെൻ, ഇതിൽ എം ടി അടയാളപ്പെടുത്തുന്ന ഒരു ചരിത്ര ശേഷിപ്പ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ഹാജർ ബുക്കുണ്ട്. എസ്കെൻ, ദൃശ്യങ്ങളിലേക്ക് പോകാം. നമുക്ക് ആ ഹാജർ ബുക്കാണ് ദൃശ്യത്തിൽ കാണുന്നത്. 1944-45 ആ വർഷത്തെ ഈ ഹാജർ ബുക്കാണ്. ഇതിന്റെ പേജ്, ഈ താളൊന്ന് മറച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പേര് കാണാം. എം ടിയുടെ പേര് കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. വാസുദേവൻ അതിന്റെ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം. ആ പേജ് കൃത്യമായ ആ പേരുകൾ തന്നെ രേഖപ്പെടുത്തിയത് വാസുദേവൻ എം ടി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ എം ടി ഇവിടെ പഠിച്ചിരുന്നതിന്റെ ഏറ്റവും വലിയ ചരിത്ര ശേഷിപ്പായി അടയാളപ്പെടുത്തുന്ന ഹാജർ ബുക്കാണ് ഈ കാണുന്നത്. ഇവരെ സംബന്ധിച്ച് ഇതിനോടൊരു വൈകാരിക അടുപ്പം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹാജർ ബുക്ക് പ്രത്യേക അലമാരിയിൽ തന്നെ ഇവർ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ഏതാനും എം ടിയുടെ പിറന്നാൾ ആഘോഷവുമായി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നമ്മൾ ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം കാണിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഈ സമയം ഈ പൂർവ്വ വിദ്യാർത്ഥികളെ സംബന്ധിച്ചെല്ലാം തന്നെ എം ടിയുടെ ഓർമ്മകളിലാണ് അവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് എം ടിയുടെ വേർപാട് ഇവരെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന അധ്യാപകരടക്കമുള്ളവർ ഇന്ന് ഈ കോഴിക്കോട്ടേക്ക് പോവുകയും ചെയ്തു.